ഓം ശാന്തി. നമ്മുടെ മനസ്സെന്താണെന്ന് കണ്ടെത്തി, ബുദ്ധി നമ്മളെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും മനസ്സിലെ ബ്ലോക്കുകൾ എങ്ങനെയെല്ലാം ഇല്ലാതാക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കുറച്ച് വിശദമായി തന്നെ നമ്മൾ പഠിച്ചു. ഇന്ന് വളരെ വണ്ടർഫുള്ളായിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. കാരണം നമ്മുടെ ഈ ചൈതന്യമായിരിക്കുന്ന ശക്തി, സചേതന ശക്തി, അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ ആയിക്കൊണ്ട് ആ ഊർജത്തെ നമ്മുടെ ശരീരത്തിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു വെള്ള വെളിച്ചം, സൂര്യപ്രകാശം നമുക്ക് കാണുന്ന സമയത്തുള്ള വെള്ള വെളിച്ചം, അതിനെ ഒരു പ്രിസത്തിലൂടെ നമ്മൾ കടത്തി വിടുകയാണെന്നെങ്കിൽ അത് കടന്നു പോകുന്ന സമയത്ത് കാണുമ്പോഴുള്ള വെള്ള വെളിച്ചം അത് കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായിട്ട് അത് ഡിവൈഡ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും, മഴവില്ല് കാണും പോലെ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്കും അത് ആ സചേതനമായിരിക്കുന്ന ശക്തി അഥവാ ആത്മാ അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു വെള്ള വെളിച്ചം പോലെയാണ്. ആത്മാവിൻ്റെ ഉള്ളിൽ 7 ഗുണങ്ങളായിരിക്കുന്ന 7 ശക്തികളുണ്ട്. ജ്ഞാനം, സ്നേഹം, ശാന്തി, ശക്തി, പവിത്രത, കരുണ, ആനന്ദം അഥവാ സുഖം, ആനന്ദം എന്ന് പറയുന്നു. ഇങ്ങനെയുള്ളതായിരിക്കുന്ന 7 ഗുണങ്ങളുടെ ആധാരത്തിൽ നമ്മുടെ ശരീരത്തിലെ 7 ചക്രങ്ങളും ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഈ ചക്രങ്ങളെല്ലാം ശുദ്ധീകരിച്ചുള്ളതായിട്ടുള്ള പെർഫെക്റ്റ് ബാലൻസ്ഡ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ശാരീരികവും മാനസികവുമായിക്കൊണ്ട് ഒരു മനുഷ്യൻ പൂർണ്ണമായിട്ട് ആരോഗ്യവാനും സന്തോഷവാനുമായിട്ട് നമുക്ക് കാണപ്പെടാൻ സാധിക്കും. അതേസമയം ഈ ചക്രങ്ങളിൽ ഏതെങ്കിലുമൊക്കെ തന്നെ ഊർജത്തിൻ്റെ കുറവ് കൊണ്ട്, എന്തുകൊണ്ടാണ് ചക്രം അത് ഡിസ്റ്റർബ്ഡ് ആവണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആധുനികമായിട്ടുള്ള ജീവിത രീതിയിൽ ആഹാരം, അത് ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ മേലെ പൂർണ്ണമായിട്ടുള്ളൊരു കൺട്രോൾ കൊണ്ടുവന്നു